അറിഞ്ഞ് സെക്സ് ചെയ്യുന്നതും അറിയാതെ സെക്സ് ചെയ്യുന്നതും തമ്മിൽ രണ്ടും ഡിഫറൻസ് ഇല്ലേ? ഒരു രണ്ട് കാലുകളുടെ ഇടയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതാണ് പൊതുവേ ഒരു കൺസെപ്റ്റ്. പക്ഷെ അല്ല, നിങ്ങൾ 100 സ്ത്രീകൾ എടുത്തു വയ്ക്കാലും 100 രീതിയായിരിക്കും 100 സ്ത്രീകൾക്ക്. മേ ബി ചില സമയത്ത് സെൻസിറ്റീവ് കഴുത്താണെങ്കിൽ ചിലർക്ക് ബ്രസ്റ്റ് നിപ്പിളായിരിക്കാം, ചിലർക്ക് ക്ലിറ്റോറിസ് സ്റ്റിമുലേഷൻ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലർക്ക് വെറുതെ കൈ പിടിച്ചിരുന്നാൽ മതി. സ്ത്രീയുടെ ശരീരം എന്താണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഓർഗാസം എന്താണ്, നമ്മളൊരു പ്രോപ്പർ സെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിഫോർ പ്ലേ അല്ലെങ്കിൽ ഒരു സെക്സ്, പിന്നെ ആഫ്റ്റർ പ്ലേ, ഇത് മൊത്തം പൂർണ്ണമാകുമ്പോഴേ ഒരു സെക്സ് ഇതാവുന്നുള്ളൂ. സ്ത്രീ ഇമോഷണൽ ആണ്, പുരുഷൻ പ്രാക്ടിക്കലാണ്. പുരുഷന് കാണുന്ന കാഴ്ചയിലാണ് അവൻ്റെ സെക്സ് എങ്കിൽ സ്ത്രീക്ക് കേൾവിയിലൂടെയാണ്. ഇപ്പോൾ പൊതുവെ പുരുഷനാണ് നല്ല ഒരു ഫിഗർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണാൻ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് ചാടി അല്ലെങ്കിൽ ബ്രസ്റ്റ് സാഗ് ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെയൊക്കെ പോലെ തന്നെ സ്ത്രീക്കും ഉണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവ് ഞാൻ കാണുന്ന രീതിയിലായാലും ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എങ്ങനെയാണ് എൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുക? ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ മാനസികമായിട്ട് തൃപ്തിപ്പെടുത്താതെ ഒരിക്കലും നിങ്ങൾക്കൊരു സ്ത്രീയെ ശാരീരികമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടിട്ടാണോ മുൻപുള്ള ആളുകൾ സെക്സ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ പഠിക്കുക, എന്താണ് പറ്റാത്തത്, എന്താണ് പറ്റുന്നത്, ഏത് പാർട്ടിൽ തൊട്ടാലാണ് അവർക്ക് ഫീലിംഗ് വരുന്നത്, എന്ത് ചെയ്താലാണ് അവർ ഹാപ്പി ആവുന്നത്, എന്ത് ചെയ്താലാണ് അവർക്ക് മോർണിംഗ് വരുന്നത്. ഉമ്മ വെച്ച ഗർഭിണിയാവോ, നമ്മൾ കെട്ടിട്ടുണ്ടാവോ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. അവർക്കറിയാം കോണ്ടംസ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിവെൻഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ധാരണയാണ്. എന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് സർട്ടിഫൈഡ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആയ ഷെഫീനയാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയ ഓൺലൈനിലൊരു അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ടേമും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ ഒരുപാട് ദീർഘദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാലും ഇത് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഇതിനെപ്പറ്റി പൂർണ്ണമായ ധാരണയുണ്ടോ? ഇപ്പോഴും അറ്റ്ലീസ്റ്റ് സെക്സും ജെൻഡറും രണ്ടാണെന്നുള്ള ഒരു അവബോധമൊക്കെ മൊത്തമായിട്ട് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ചർച്ചകൾക്ക് പാത്രമാവേണ്ട വിഷയങ്ങളാണ്. എന്നാൽ പോലും എത്രത്തോളം അളവിൽ സെക്സ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എത്തിയിട്ടുണ്ട്? ഈ സെക്സ് എഡ്യൂക്കേഷൻ അതിൻ്റെ കൃത്യമായ അളവിൽ കിട്ടിയതിൻ്റെ ഒരു പോസിറ്റീവ് വശവും, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായ ആളുകളിലേക്ക് എത്താത്തതിൻ്റെ ഒരു തിക്താനുഭവവും, അങ്ങനെ ഒന്ന് പറയാമോ? സെക്സ് എഡ്യൂക്കേഷൻ കൂടുതലായിട്ടും ഇപ്പോൾ ആളുകൾ റീൽസിലൂടെ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ തന്നെ അതല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ കൂടുതലായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലം ഇന്നത്തെ കാലം എല്ലാ കാലത്തും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇല്ല എന്നുള്ളത്, അത് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അറിഞ്ഞു എന്നുള്ളതില്ല. ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടെ അവെയറാണ്. പണ്ടത്തെ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ല, അവർ കുറച്ചും കൂടെ നോളജ് സീക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മെൻ എന്താണ്, അല്ലെങ്കിൽ ഒരു വിമൻ എന്താണ്, ഒരു പെണ്ണിൻ്റെ സ്ത്രീയുടെ ശരീരം എന്താണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഓർഗാസം എന്താണ്, പുരുഷൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, ഡിസയർ എന്താണ്, അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസോർഡറുകൾ എന്താണ്, ഡിസ്ഫങ്ഷൻ എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആളുകളെക്കുറിച്ച് ബോധേഡാവണം. ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്, പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളത്. എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടൊരു മാറ്റം വന്നു, അങ്ങനെ തോന്നിയ ഒരു എക്സ്പീരിയൻസോ ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു സ്റ്റഡിയോ പറയാൻ പറ്റുമോ? പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടില്ലേ, ഉമ്മ വെച്ച ഗർഭിണിയാവോ, നമ്മൾ കെട്ടിട്ടുണ്ടാവോ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, അങ്ങനത്തെ ഒരു ധാരണയില്ല. അവർക്കറിയാം കോണ്ടംസ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിവെൻഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ധാരണയാണ്. എന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, അങ്ങനെ ഒരു കാര്യത്തെ പറയല്ല ചെയ്യുന്നത്. പക്ഷെ ഭാവിയിലുള്ള കോൺസിക്വൻസിനെ അവർ നേരത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതും ഇവർക്കിത് ചെയ്യാമെന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് ഒരു പ്രീമച്യൂർ ഇജാക്കുലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഡിലേഡ് ഇജാക്കുലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് തഴയപ്പെടുന്നു പോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു പോകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള ഇത്തരം കേസ് വന്ന് ലൈഫ് ലോങ് അതും പേര് ജീവിക്കുന്ന, പെർഫോമൻസ് ആങ്സൈറ്റി വന്നിട്ട് അങ്ങനെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഇത്രയും ഇപ്പം കുറേ ആളുകൾ നമ്മളോട് കമൻസിലൊക്കെ കാണാറുണ്ട്, ഇതൊക്കെ കണ്ടിട്ടാണോ
മുൻപുള്ള ആളുകൾ സെക്സ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. മുൻപുള്ള ആളുകൾ ഇതില്ലെങ്കിലും ജീവിച്ചിരുന്നു, ഇതൊക്കെ തന്നെയാണ് ജീവിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അറിയുന്നവർ അറിഞ്ഞോട്ടെ, അറിഞ്ഞ് സെക്സ് ചെയ്യുന്നത് അറിയാതെ സെക്സ് ചെയ്യുന്നത് തമ്മിൽ രണ്ടും ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വലിയൊരു ആവശ്യം തന്നെയാണ്. പലപ്പോഴും പറയും സെക്സ് ആണോ ലൈഫിന്റെ 1, 2, 3 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ഒരു 10% ആണ്, പക്ഷെ ബാക്കി 90% പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ സംശയം വരും, പ്രോപ്പറായിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലെങ്കിൽ. 2, ഒരു ലാക്ക് ഓഫ് ഇമോഷണൽ ഇൻറ്റിമസി നമുക്ക് പാർട്ട്ണറോട് ഉണ്ടാവണം എന്നില്ല. 2, ഭയം വരാൻ തുടങ്ങും. 3 ഒറ്റപ്പെടലാണ്, നമുക്കത് ഇല്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ ഫ്രസ്ട്രേഷൻ വരും, ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ പുരുഷനും സ്ത്രീക്കും ഒക്കെ ഒരു ടെൻഡൻസി മറ്റതിലേക്ക് ചായാനുള്ള ഒരു ടെൻഡൻസി വരും. അതുകൊണ്ട് ഇതൊരു 1, 2, 3 കാറ്റഗറി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചോട്ടെ, ഈ എങ്ങനെ ഒരു സെക്സിലുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സെക്സിനോടുള്ള അവേർഷനോ ഒക്കെ ലോയാലിറ്റിയെ ബാധിക്കുക പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ? ഇത് ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ നിന്ന് പലപ്പോഴും നമ്മൾ റീൽസിലൊക്കെ കേൾക്കണം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പക്ഷെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇല്ലേ? ഞാൻ പറയുന്നത് ഇപ്പോൾ വിഷ്ണുവിന് മനസ്സിലാവാത്തൊരു ഭാഷയാവുന്നിടത്താണ് പ്രശ്നം വരിക അല്ലേ? അതിന് നമ്മുടെ വൾണറബിലിറ്റീസ് ഷെയർ ചെയ്യുന്നേ വേണം. ഒരു 20 കൊല്ലം കൂടെ ജീവിച്ചിട്ടും എന്താണെന്ന് പോലും ഓർഗാസ് അറിയാത്ത സ്ത്രീ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. അവർക്ക് പറയാൻ 4 കുട്ടികളുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് നോളജ് ഇല്ല. അതുപോലെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് പറയാൻ മടിക്കുന്ന സ്ത്രീകൾ ഇന്നുണ്ട്. കാരണം വെച്ചാൽ അത് വൾണറബിലിറ്റി ഷെയർ ചെയ്യാത്തില്ല, എനിക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എനിക്ക് ഇന്ന് സെക്സ് വേണം എന്ന് പറയാൻ മടിക്കുന്ന സ്ത്രീകളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോശക്കാരിയാവോ, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ മോശമായിട്ടുള്ള സ്ത്രീയാണെന്ന് വിചാരിക്കുമോ എന്ന് പറയുന്നത്. ഇനി അതല്ല ഹസ്ബൻഡ്സിന്റെ കേസിൽ, യെസ്, അപ്പൊ ഹസ്ബൻഡ്സിന്റെ കേസിൽ പറയാനാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ നീഡ് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്സ് നിങ്ങൾക്ക് ഇത് തന്നെയാണോ വിചാരം? നമ്മളുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പാടില്ല, അല്ലെങ്കിൽ കുട്ടികൾ വലുതായി, ഇതൊന്നും പാടില്ല എന്നല്ല. പക്ഷെ നിങ്ങൾ ഫോറിനേഴ്സിനെയൊക്കെ എടുത്ത് നോക്കിയൊക്കെ ആഫ്റ്റർ 40+ ആണ് അവർ സെക്സ് ഒക്കെ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. അവരതിനു വേണ്ടി പ്രോപ്പറായിട്ടുള്ള ടൈം, അവർക്കൊരു യാത്ര തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു 2 കാലുകളുടെ ഇടയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതാണ് പൊതുവേ ഒരു കൺസെപ്റ്റ്. പക്ഷെ അല്ല, അവിടെ എത്ര ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്, മെന്റലി നല്ല ഉറക്കം, നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുന്നു, ഒരുപാട് കാര്യങ്ങൾ അവിടെ വർക്ക് ആവുന്നില്ലേ? നമുക്കൊരു തുണ, നമുക്കൊരാൾ കൂട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാൻ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാൻ നമുക്കൊരു ഉത്സാഹമൊക്കെ ഉണ്ടാവുന്നത് ഇതൊരു കാരണം കൂടിയാണ് അല്ലേ? ഫോറിനേഴ്സ് അവരെങ്ങനെയാണ് അവരുടെ സെക്ഷൽ ലൈഫിനെ കാണുന്നത്, ഡിസൈൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞല്ലോ. പണ്ട് സന്തോഷ് ജോർജ് അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോറിനേഴ്സ് എപ്പോഴും എന്തെങ്കിലും ഒരു ഫിസിക്കൽ വ്യായാമത്തിലോ അല്ലെങ്കിൽ ആളുകൾ രാവിലെ എഴുന്നേറ്റ് ഓടുന്ന ആളുകളായിരിക്കും ഏകദേശം ഒരു 50% അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ജിം ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. കാരണം അവർക്ക് അവരുടെ സെക്ഷൽ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനവരുടെ ശരീരത്തെ അവർ ഒരുക്കേണ്ടതുണ്ട്, അവർ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. ആ പ്രവണത പക്ഷേ ഇന്ത്യയിൽ പൊതുവിലില്ല. കാരണം ഇന്ത്യയിൽ ഒബീസായ ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഒരുക്കേണ്ടത്, ഐ മീൻ നല്ലൊരു 6 പാക്ക് ബോഡി ഉണ്ടാവണം, അല്ലെങ്കിൽ ലാപ്സ് മസിൽസ് ഉണ്ടാവണം, മസ്കുലർ ബോഡി ഉണ്ടാവണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു നല്ല ഫിസിക്ക് ഉണ്ടാവുന്നതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? സി വിഷ്ണു, ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പൊതുവെ പുരുഷനാണ് നല്ല ഒരു ഫിഗർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണാൻ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് ചാടി അല്ലെങ്കിൽ ബ്രസ്റ്റ് സാഗ് ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെയൊക്കെ പോലെ തന്നെ സ്ത്രീക്കും ഉണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവ് ഞാൻ കാണുന്ന രീതിയിലായാലും ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലേ? അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ, അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ന്യായീകരണമാണ് ഫിസിക്കലി ഫിറ്റ് ആയാലും മാത്രമാണോ സ്നേഹമല്ലേ? അല്ല, പീപ്പിൾ ഓൾവേസ് വാണ്ട് ലുക്ക്. നമുക്ക് ആളുകൾക്കൊക്കെ ലുക്കിലാണ് കാര്യം അല്ലേ? നമുക്കതില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം വരുന്നത് കാഴ്ചയിലാണ്. നമ്മുടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സ്ത്രീ ഇമോഷണലാണ്, പുരുഷൻ പ്രാക്ടിക്കലാണ്. പുരുഷന് കാണുന്ന കാഴ്ചയിലാണ് അവന്റെ സെക്സ് എങ്കിൽ സ്ത്രീക്ക് കേൾവിയിലൂടെയാണ്. അതൊരു വ്യത്യാസമുണ്ട്. അപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചയിൽ അവന് ഭംഗിയില്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറയും. എല്ലാ കേസിലും അല്ല കേട്ടോ, പക്ഷെ ഇൻട്രസ്റ്റ് കുറയും. അപ്പൊ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഇപ്പം എഫേർട്ട്, ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണർക്ക് എന്നോട് താല്പര്യം കുറയാതിരിക്കാൻ ഞാൻ എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ. അതിന് ചിലപ്പോൾ നല്ല സാരീസ് യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ടൈമിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, യെസ്, അറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും, ലിഞ്ചറീസ് അങ്ങനത്തെയൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും.
സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് പാർട്ട്ണർ ചിലപ്പോൾ മുണ്ടുടുത്താൻ ഇഷ്ടമുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്, നിക്കർ യൂസ് ചെയ്യുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പം രണ്ടുപേരും കൂടി എഫേർട്ട് എടുത്താൽ മാത്രം ഉണ്ടാവുന്നേരം. ഫാമിലി ലൈഫിൽ ഒരു 50-50 എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് മേ ബി 80-20, അല്ലെങ്കിൽ 70-30, അല്ലെങ്കിൽ 60-40, ഇങ്ങനെ അല്ലെങ്കിൽ 90-10 ആവാം. അതല്ലാതെ ഒരു 50-50 എന്ന് പറയുന്ന ഒരു ഒരാൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഒരാൾ മാത്രം എഫേർട്ട് എടുക്കുമ്പോൾ ബോറായിപ്പോൾ. ഇപ്പോൾ ഒരു ചില കേസിൽ നമുക്ക് ഹസ്ബൻഡ്സിന് നല്ല താല്പര്യമായിരിക്കും, വൈഫിന് ഇതൊന്നും ഉണ്ടാവില്ല. ഈസിക്കൽ ടു 0 അല്ലേ? 100 × 0 = 0 തന്നെയാണ്. ആ പറയുന്ന പോലെ തന്നെയാണ് ഇപ്പൊ പാർട്ട്ണർക്ക് നല്ല താല്പര്യം. നമ്മുടെ ഇഷ്ടം പോലെ കേസ് വരാറുണ്ട്, സ്ത്രീകൾക്ക് നല്ലതാണ്, പക്ഷെ ഹസ്ബൻഡ്സ് കൂടുതലും ഉറക്കമാണ്, ക്ഷീണമാണ്, ടയേർഡാണ്, ടെൻഷനാണ്, താല്പര്യമില്ലാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് എന്നെ പറ്റൂലേ, എൻ്റെ വയറ് ചാടിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ, നീ എന്നെ പറ്റാത്തത് കൊണ്ടാണോ, ഇങ്ങനെയുള്ള കുറേ വരും. ഇതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ചിന്തകൾ കൂടും, ഓവർ തിങ്കിങ് വരും. ഇത് പിന്നെ അന്വേഷണമാവാൻ തുടങ്ങും. എന്താണ് ഇതിൻ്റെ കാരണം? ഈ ഓവർ തിങ്കിങ് നോർമലി എന്ത് വരും? ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ വരാം, BPD വരാം, പല പല കാരണങ്ങൾ ഇതിലേക്ക് കയറി വരാൻ തുടങ്ങും. ഈ സ്ത്രീകൾക്ക് എപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നതിൻ്റെ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ തകരാറ് കൊണ്ടാണ്. അതുമാത്രമല്ല, ഇപ്പോൾ സ്ത്രീകളിൽ കൂടുതലായിട്ട് PCOD, PCOS ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിൽ പോലും സ്ത്രീകൾ കുറേ കൂടെ എന്താ പറയുക, ഇതൊക്കെ ഓവർ തിങ്കിങ് കൂടുതലായതുകൊണ്ട് അവരുടെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം അസുഖം ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ സ്ത്രീകൾക്ക് കൂടുന്നു. ഓർഗാസം ഇല്ല, ഫ്രസ്ട്രേഷൻ വരുന്നത്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ അവൻ്റെ നീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. ഒരു സ്ത്രീക്ക് പൂർണ്ണമായിട്ടുള്ള ഓർഗാസം വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഒരു ഫുൾഫിൽ ആവാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും ടയേർഡാണ്, ചിലപ്പോൾ മേ ബി 2 ടയേർഡാവും. പക്ഷെ സ്ത്രീ അങ്ങനെയല്ല, 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് അവൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്ന, അവൾക്ക് കുറേ കൂടെ തലോടലും അല്ലെങ്കിൽ പരിഗണനയും ഒക്കെ ആവശ്യമാണ്. നമ്മളൊരു പ്രോപ്പർ സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഫോർ പ്ലേ അല്ലെങ്കിൽ ഒരു സെക്സ്, പിന്നെ ആഫ്റ്റർ പ്ലേ, ഇത് മൊത്തം പൂർണ്ണമാവുമ്പോഴേ ഒരു സെക്സ് ഇതാവുന്നുള്ളൂ അല്ലേ? പക്ഷെ നമ്മളുടെ നാട്ടിലെ രീതികൾ അനുസരിച്ചിട്ട് കുറേയൊക്കെ മാറ്റം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, വൈകുന്നേരം ചായ കുടിക്കുന്നു, നൈറ്റിൽ ഭക്ഷണം കഴിച്ച് ലൈറ്റ് ഓഫ് ആക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സെക്സ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവേ ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ മാറി ഇപ്പോൾ ആളുകൾ, എനിക്കൊക്കെ എപ്പോഴും വരുന്ന ചോദ്യമാണ്, നമ്മൾ എപ്പോഴാണ് സെക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര തവണയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു ഇതില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ഇൻട്രസ്റ്റ് വരികയാണ്, അത് പകലായിക്കോട്ടെ, ഉച്ചയായിക്കോട്ടെ, നൈറ്റ് ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ 2 പേരും ഓക്കെ ആണ്, ഭയങ്കര ഡിസയർ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. അത് ഡിപ്പെൻസ് അപ്പോൺ 2 പേരുടെയും ഇഷ്ടമാണ്. എത്ര തവണയെന്നില്ല, നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് 3-4 തവണയൊക്കെ ബന്ധപ്പെടുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ എപ്പോഴും ഉള്ളൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ഗ്രൂപ്പിലിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് പറയും ഞങ്ങൾ ഒരു 4 തവണ അല്ലെങ്കിൽ ഞങ്ങൾ 10 തവണ. ഇത് കേൾക്കുമ്പോൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻസെക്യൂർ. എന്നാൽ ഇത് ഉണ്ടായിട്ട് പറയുന്നതാണോ? അല്ല. ഉള്ളവൻ എന്തായാലും ഇത് വിളിച്ച് പറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം ഇതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തിങ്കിങ് ആണ്, ഇതെനിക്കില്ലല്ലോ, ഇനി എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയല്ല. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കില്ല, നെഗറ്റീവ്സ് വേഗം ക്യാച്ച് ചെയ്യും. അപ്പം ഇങ്ങനെ ചിന്തകൾ കയറി വരും. പിന്നെ എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ പാർട്ട്ണർ മാത്രം എന്താ, ഈ തോട്ട് കൊടുക്കാൻ ഏതെങ്കിലും ഒരാൾ മതി, അങ്ങനെ ഒരു ചിന്തകൾ മാറാൻ. അപ്പം ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. എപ്പോഴും നമ്മളൊരിക്കലും നമ്മളുടെ ഒരു ലൈഫും വേറൊരാളുടെ ലൈഫും നമ്മൾ കമ്പയർ ചെയ്യരുത്. കാരണം അവരുടെ ബോഡി, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഹെൽത്ത് ഒക്കെ വേറെയാണ് അല്ലേ? ഒരാളുടെ പെർഫോമൻസ് പോലെ അല്ലല്ലോ മറ്റൊരാൾക്ക് പറ്റുക. നമ്മുടെ സ്നേഹവും വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കുറേ സെക്സിനെ കുറിച്ചുള്ള മിത്തുകളുണ്ടല്ലോ, ഇത് പറയാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ ടൈമിൽ പറ്റില്ല, ഇത്തരം ആളുകളോട് സംസാരിക്കാൻ, ഇങ്ങനത്തെ കുറേ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഒരു സോ കോൾഡ് സമയവും വെളിവൊന്നും ഇല്ലേ. നമ്മുടെ എൻ്റെ കമന്റ്സിലൊക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് ഇത്. സമയവും നേരം ഇനിയെങ്കിലും യെസ് അതായത് ഇനിയെങ്കിലും കുറച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം.
പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പലപ്പോഴും കപ്പിൾ സെഷനൊക്കെ വരുമ്പോൾ തോന്നിയിട്ടുണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ചിലർ നമ്മുടെ അടുത്ത് ക്ലൈൻറ്റ് വരുമ്പോൾ പറയാറുണ്ട് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ളത്. അത് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷവും 15 വർഷവും കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർ സെക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നവരോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ സെക്സിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പാർട്ട്ണറെയാണ് അറിയേണ്ടത്. ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ബോഡി സ്ത്രീക്ക് എറോജനസ് ആണ്. സ്ത്രീക്ക് എന്താ പറയുക, നിങ്ങൾ 100 സ്ത്രീകൾ എടുത്തു നോക്കിയാലും 100 രീതിയായിരിക്കും 100 സ്ത്രീകൾക്ക്. മേ ബി ചില സമയത്ത് സെൻസിറ്റീവ് കഴുത്താണെങ്കിൽ ചിലർക്ക് ബ്രസ്റ്റ് നിപ്പിളായിരിക്കാം, ചിലർക്ക് ക്ലിറ്റോറിസ് സ്റ്റിമുലേഷൻ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലർക്ക് വെറുതെ കൈ പിടിച്ചിരുന്നാൽ മതി. ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. ലവ് ലാംഗ്വേജ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ക്വാളിറ്റി ഓഫ് ടൈം, 2 ഗിഫ്റ്റ് ചെയ്യുക, 3 അപ്രിസിയേഷൻ, 4 ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന്, എനിക്ക് എന്നെ ഗിഫ്റ്റ് ചെയ്താലേ സന്തോഷമുള്ള ഭാര്യയാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് തന്നാലേ എന്തെങ്കിലും വർക്ക് ആവുള്ളൂ. ഇനിയിപ്പോൾ വേണ്ട, എന്നോട് പറയാണ് ഷെഫീന നീ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കതേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ടാവും. ആ ലവ് ലാംഗ്വേജ് നമ്മൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ പഠിക്കുക, എന്താണ് പറ്റാത്തത്, എന്താണ് പറ്റുന്നത്, ഏത് പാർട്ടിൽ തൊട്ടാലാണ് അവർക്ക് ഫീലിംഗ് വരുന്നത്, എന്ത് ചെയ്താലാണ് അവർ ഹാപ്പി ആവുന്നത്, എന്ത് ചെയ്താലാണ് അവർക്കൊരു മോർണിംഗ് വരുന്നത്. ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളി. ഇത് നമ്മൾ പഠിക്കുന്നത് അത്രയും ബ്ലൂ ഫിലിമിലൂടെ അല്ലെങ്കിൽ പോൺ സൈറ്റിലൂടെയൊക്കെ ആണല്ലോ. അതിൽ കണ്ടിട്ടാണല്ലോ നമ്മൾ വരിക. അല്ലെങ്കിൽ 1 മണിക്കൂർ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരല്ലേ. പിന്നെ ചിലവർ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ബന്ധപ്പെടുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നേരത്തെ സംസാരിച്ചതിൻ്റെ ഇടയിൽ സ്ത്രീയുടെ ഓർഗാസം, അതായത് സ്ത്രീയുടെ രതിമൂർച്ച, ആ ഒരു ഏരിയയെ പറ്റി സംസാരിച്ചല്ലോ. അതുമായി ബന്ധപ്പെടുത്തി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു സ്ത്രീ പറയാതെ ഒരു സ്ത്രീക്ക് ഓർഗാസം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. സ്ത്രീകൾ ഫേക്കായിട്ട് ഓർഗാസം ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. എല്ലാ സ്ത്രീകളും സ്ത്രീ പറയാതെ എന്നല്ല, സ്ത്രീയുടെ ശരീരത്തിൽ മാറ്റം. സ്ത്രീ പറയാതെ ആ സ്ത്രീക്ക് ഓർഗാസ്മിക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാവും. ഒരു സ്ത്രീയെ മനസ്സിലാക്കിയ പുരുഷനത് ഇല്ലേ, അവനവന്റെ സ്ത്രീയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാൻ പറ്റും അത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള പിന്നെ നമ്മൾ ഒരു പ്രോപ്പർ സെക്സിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോപ്പർ സെക്സിലേക്ക് പോവുക എന്ന് പറയുന്നത് രാത്രി സ്വിച്ചിട്ട പോലെ വരുന്നൊരു കാര്യമല്ല. അതിന് നമ്മൾ മോർണിംഗ് മുതലേ നമ്മൾ അവരെ മാനസികമായിട്ട് പ്രിപ്പയർ. ഇപ്പോൾ ഒരു ജോലിക്കുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. നമ്മൾ ഈ സെക്സ് എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യനോടുള്ള സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് എല്ലാം. നമുക്ക് സ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മടുക്കും. സെക്സിന് എല്ലാവരും പറയുന്ന രസകരമായ ഭാവങ്ങൾ മാത്രമല്ല, സെക്സ് ഒരു മടുപ്പുളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതെങ്ങനെ എപ്പോഴും ഒരേ രീതിയിൽ, ഒരേ ബെഡ്, ഒരേ കട്ടിൽ, ഒരേ ഇത് ആയിട്ടാണെങ്കിൽ നമുക്ക് മടുക്കും. സെക്സിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എല്ലാ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇതിൽ മാത്രം നമ്മൾ പുതുമ കണ്ടെത്താറില്ല. അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ മനുഷ്യന് മടുക്കും. അപ്പോൾ ഇത് മോർണിംഗ് മുതൽ നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ചോ, സ്ത്രീ ഇൻബോക്സിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് എൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുക. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ മാനസികമായിട്ട് തൃപ്തിപ്പെടുത്താതെ ഒരിക്കലും നിങ്ങൾക്കൊരു സ്ത്രീയെ ശാരീരികമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്ക് ഇമോഷണലാണ്, സ്ത്രീക്ക് സേഫാണ്, സ്ത്രീക്ക് സെക്യൂർഡാണ്. സ്ത്രീ അവൾക്ക് ഏറ്റവും ഇഷ്ടം, അയാൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ ഞാനാണെന്ന് അറിയുന്നിടത്താണ് സ്ത്രീക്ക് ആ ഫീലിംഗ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഒരു മോർണിംഗ് മുതൽ നമ്മൾ ഇന്ന് നൈറ്റിൽ വന്നാൽ, അല്ലെങ്കിൽ ഇന്ന് നമുക്കിങ്ങനെ പുറത്ത് പോകാം, അല്ലെങ്കിൽ നീ ഭയങ്കര ഭംഗിയായിരുന്നു എന്ന് പറയുന്ന ചെറിയ ചെറിയ വേർഡ്സ് മതി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ഇൻ്റലക്ച്വലായ സ്ത്രീകൾ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ എല്ലാ മനുഷ്യർക്കും അപ്രീസിയേഷൻ ഇഷ്ടമല്ലേ. എല്ലാ സ്ത്രീകളും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന മനുഷ്യരല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു മോർണിംഗ് മുതൽ ഇത്തരം രീതിയിൽ നമ്മളൊരു ഒരു എന്താ പറയുക, ഗ്രേറ്റ് സെക്സിന് വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗ് മുതൽ തയ്യാറെടുപ്പ് നടത്തണം. പിന്നെയാണ്, അല്ലെങ്കിൽ നീ ഇന്ന് ഡ്രസ്സ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഇന്നത് കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഫോർ പ്ലേ എന്ന് പറയുന്നത് ഒരിക്കലും ടച്ച് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളുണ്ട്. അത് ഗിഫ്റ്റിംഗ് ആവാം, അല്ലെങ്കിൽ തമാശകളാവാം, കളിയാക്കലുകളാവാം. ഇതിൽ നിന്ന് ഫോർ പ്ലേ നോട്ടങ്ങൾ അല്ലേ, നോട്ടങ്ങളാവാം. ഇതിലൂടെ നമുക്ക് ഫോർ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മൾ ഇത്തരം അവസ്ഥയിലേക്ക് പോകുന്നത്.
നേരത്തെ നമ്മുടെ ഓർഗാസത്തിനെ പറ്റി പറഞ്ഞ ഇപ്പോൾ ഒരു മിസ്സായ ഒരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീയോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇത് തൃപ്തമാണോ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ, നീ സാറ്റിസ്ഫൈഡ് ആണോ, ഇത് വാക്കാൽ ചോദിക്കുന്നത് തന്നെ ആണോ ചെയ്യേണ്ടത്? അതിന് ഇതിൻ്റെ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? അത് ഓരോരുത്തർക്ക് സബ്ജക്റ്റീവ് ആയിരിക്കുമോ? വിഷ്ണു, നമ്മളിത് ചോദിക്കുക തന്നെ വേണം, ചോദിക്കുക തന്നെ വേണമല്ലോ. ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകള് പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറയാതെ അറിയണമെന്ന് ചിന്തിക്കുന്നവരാണ് സ്ത്രീകൾ. യെസ്, ഞാൻ പറയാതെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ പറയാതെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, എന്താണ് ആൾക്കറിഞ്ഞ് ചെയ്തൂടെ എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവം സ്ത്രീക്കുണ്ട്. അതെന്ന് വെച്ചാൽ സ്നേഹക്കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇമോഷണൽ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവർ പ്രതീക്ഷിക്കും. അതുകൊണ്ട് നീ ഓക്കെ ആണോ, ചില ഈ ഓക്കെക്ക് എന്നെ ഇഷ്ടമുണ്ടോ, ഇത്തരം ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ഭയങ്കര പ്രസക്തിയാണ് നമ്മുടെ ഫാമിലി ലൈഫിൽ. എപ്പോഴും നമ്മൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ലൈഫിൽ, ഫാമിലി ലൈഫിൽ. പക്ഷേ അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഓർഗാസത്തിൻ്റെ കാര്യമാണെങ്കിലും നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ പറയണം, എനിക്കിത് പറഞ്ഞാലേ മനസ്സിലാവൂ, പറഞ്ഞാലേ അറിയൂ. യെസ്, അങ്ങനെ വിഷ്ണു ചിലപ്പോൾ എല്ലാ മനുഷ്യർക്കും നമ്മൾ പറയുന്ന ലാംഗ്വേജ് മനസ്സിലാവണം എന്നില്ല, അല്ലേ? ഞാൻ പറയുന്ന അതേ അളവിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി ചിലപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ട്ണർക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പറയണം. ചിലവർ പറയല്ലേ, എത്ര വർഷമായി ഞാൻ പറയുന്നത്, 10-25 കൊല്ലമായി ഞാൻ ജീവിക്കുന്നു, പക്ഷെ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവണില്ല എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാത്തത് കൊണ്ടാണ്. ആ പറയുന്ന അതെ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതായില്ലെങ്കിൽ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് നമ്മൾ വളരെ പ്രോപ്പറായിട്ടൊരു സ്ത്രീ പറയുന്നിടത്തേ പുരുഷന് മനസ്സിലാവുമെങ്കിൽ പറയണം. പറയാതെ എന്നെ മനസ്സിലാക്കിയിട്ട് അയാൾ ചെയ്തോളും, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം പുരുഷൻ പ്രാക്ടിക്കലാണ്, അതാണ് വ്യത്യാസം. കാരണം പ്രാക്ടിക്കലുള്ള പുരുഷൻ അവരുടെ ആ നീഡ് കഴിഞ്ഞ്, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ പുരുഷന്മാരൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇപ്പോൾ സെഷനിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ എല്ലാവരും സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചിട്ടും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും സ്ത്രീകളുടെ വിഷമത്തെക്കുറിച്ചുമാണ് പറയുന്നതെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഫാമിലി ലൈഫിൽ ഒരുപാട് ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്യുന്ന പുരുഷന്മാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, ഇതുപോലെ തന്നെ സെക്ഷൽ നീഡിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഇഷ്ടംപോലെ പുരുഷന്മാരും ഉണ്ട്. അവരുടെ കാര്യം, അവരുടെ നീഡ് കഴിഞ്ഞാൽ, ഓർഗാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷൻ്റെ ഇഷ്ടങ്ങൾ നോക്കാത്ത ഇത്ര സ്ത്രീകളും ഉണ്ട്. നമുക്കിങ്ങനെ ഇതിനൊന്നും ജെൻഡറായിട്ട് സ്ത്രീ എന്ന് മാത്രം പറയാൻ പറ്റില്ല, പുരുഷന്മാരും ഉണ്ട്.